Ancient and Medieval Political Thought, 4th semester MA Political Science. ഇതിൽ 5 മൊഡ്യൂൾസാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആൻഷ്യൻറ്റ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്, സെക്കൻഡ് വൺ ആൻഷ്യൻറ്റ് റോമൻ പൊളിറ്റിക്കൽ തോട്ട്, തേർഡ് വൺ ആൻഷ്യൻറ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്, ദെൻ ഫോർത്ത് മൊഡ്യൂൾ മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്, ഫിഫ്ത്ത് വൺ റിനൈസൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഷ്യൻറ്റ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്. ഓക്കെ, ഇവിടെ 3 തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പഠിക്കുന്നത്: സോക്രട്ടീസ്, പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 469 BC ഏതൻസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഹീ ബിലീവ് ദാറ്റ് ദർ വാസ് ഓൾവേസ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് എത്തിക്സ്. പൊളിറ്റിക്സും എത്തിക്സും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത്. സോക്രട്ടീസ് അഡോപ്റ്റഡ് ഡയലക്റ്റിക്കൽ മെത്തഡ് ഓഫ് സ്റ്റഡി വിച്ച് വാസ് ഇൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലാണ് എന്ത് ചെയ്യണത്, ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് എല്ലാം ഇദ്ദേഹം പറയുന്നത്. ഇനി മെയിനായിട്ട് പറയുന്നത് വെർച്യൂ ഈസ് നോളജ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം നോളജ് 2 വിധത്തിലുണ്ട്: ഒപ്പീനിയൻ ഓർ ബിലീഫ് ആൻഡ് നോളജ്. ഓക്കെ, ഈ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വിച്ച് വാസ് നോട്ട് സൗണ്ട് ആൻഡ് ദ സബ്ജക്റ്റ് ടു ഫ്രീക്വൻറ്റ് മോഡിഫിക്കേഷൻസ് ആൻഡ് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം റിയൽ നോളജ് വാസ് ബേസ്ഡ് ഓൺ സൗണ്ട് ഫൗണ്ടേഷൻസ് ആൻഡ് ദസ് റിയൽ പൊസിഷൻ ഓഫ് മൈൻഡ്. ഇറ്റ് റെപ്രസെൻറ്റ് ട്രൂത്ത് വിത്ത് സയൻറ്റിഫിക് സെൻസ്. അപ്പോൾ സയൻറ്റിഫിക് സെൻസിൽ ഫാക്റ്റുകൾ അവതരിപ്പിക്കുന്നതിനെയാണ് റിയൽ നോളജ് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്, അത് മോഡിഫിക്കേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, കറസ്പോണ്ടിങ് ടു നോളജ് വി ഹാഡ് വെർച്യൂ ഓർ ട്രൂത്ത്. വെർച്യൂ ബേസ്ഡ് ഓൺ റിയൽ നോളജ് വാസ് പെർമനൻറ്റ് ആൻഡ് കുഡ് നോട്ട് ഈൽഡ് ടു ടെംപ്റ്റേഷൻസ്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഓൾ വൈസസ് വർ ദ റിസൾട്ട് ഓഫ് ഇഗ്നോറൻസ്. അറിവില്ലായ്മ കൊണ്ടാണോ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും ചെയ്യണത്? ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് വെർച്യൂ ഈസ് നോളജ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ്റെ അണ്ടറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സോക്രട്ടീസ് ഓൺ ലോ. According to Socrates, laws were necessary for proper guidance of the state and it was obligatory on all citizens to obey them. ഒരു സ്റ്റേറ്റ് അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസിന് വേണ്ടിയിട്ട് ലോ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് അവിടെയുള്ള എല്ലാ പൗരന്മാരും എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഈ ലോ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എനി വയലേഷൻ ഓഫ് ലോ വാസ് ബോത്ത് ഇമ്മോറൽ ആൻഡ് ഇല്ലീഗൽ. അത് നമ്മുടെ മൊറാലിറ്റിക്കും എതിരാണ് ആൻഡ് അത് ഇല്ലീഗലുമാണ്. എന്ത്, നമ്മൾ ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി സോക്രട്ടീസ് ഓൺ സ്റ്റേറ്റ്. ഇദ്ദേഹം പറയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ടു ഗവേൺ വാസ് ദ പ്രിവിലേജ് ഓഫ് ദ ഫ്യൂ ആൻഡ് ഓൺലി ദോസ് ഫ്യൂ കുഡ് ഹാവ് ദ പ്രിവിലേജ് ഓഫ് ഷെയറിങ് സ്റ്റേറ്റ് സീക്രട്സ്. അപ്പോൾ ഈ ഗവേൺ ചെയ്യുക, ഒരു സ്റ്റേറ്റിനെ ഗവേൺ ചെയ്യുക എന്ന് പറയുന്നത്, ഗവേണിങ് എന്ന് പറയുന്നത് അത് ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാവരെ കൊണ്ടും അത് പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓൺലി ദോസ് പൊസസിങ് ദ ഡീപ്പസ്റ്റ് വിസ്ഡം ആൻഡ് ഹയസ്റ്റ് വെർച്യൂ ഷുഡ് ബി എൻട്രസ്റ്റഡ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെൻറ്. അപ്പോൾ നല്ല വിവേകവും അതേപോലെ ദ ഹയസ്റ്റ് വെർച്യൂ ഇതൊക്കെ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു ക്വാളിറ്റി ഉള്ളത്. ഹീ സ്റ്റുഡ് ഫോർ സെൽഫ്ലെസ് ഡിവോഷൻ ഇൻ പൊളിറ്റിക്സ്. ഓക്കെ, ദെൻ ഹീ ബിലീവ് ഇൻ എൻലൈറ്റൻഡ് ഡെസ്പോട്ടിസം. അതായത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും എന്തില്ല, എല്ലാവർക്കും ഈ ഒരു കഴിവില്ല, ഈ ഒരു കപ്പാസിറ്റി ഇല്ല ടു ഗവേൺ എ സ്റ്റേറ്റ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം എന്താണ് ആ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അവർക്ക് എന്ത് വേണം, ഡീപ്പസ്റ്റ് വിസ്ഡം ആൻഡ് ഹയസ്റ്റ് വെർച്യൂ ഉണ്ടായിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഇദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എൻലൈറ്റൻഡ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഭരിക്കാനുള്ള കഴിവുള്ളൂ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, അവിടെ ഒരു ടൈപ്പ് ഓഫ് മൊണാർക്ക്. ഓക്കെ, ഒരു മൊണാർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഇവർ ഭരിക്കുന്നത്, ഇവർക്ക് മുഴുവൻ
അധികാരവും ഉണ്ടായിരിക്കും. ഇവർ ഭരിക്കുന്നത് പക്ഷേ എന്തിൻ്റെ ബേസിലായിരിക്കും? ദാറ്റ് ഈസ് ഇൻഫോം ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് എൻലൈറ്റൺമെൻറ്റ്. ഇതാണ് എന്ത് എൻലൈറ്റൻഡ് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത്. ഒരു മൊണാർക്ക് അവിടെ എന്ത് ചെയ്യും? ഭരിക്കും, ഫുൾ പവർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ സ്റ്റേറ്റ് ഭരിക്കാനുള്ള ഫുൾ പവർ ഉണ്ടായിരിക്കും. പക്ഷേ അവർ എന്തിൻ്റെ ബേസിലായിരിക്കണം ഭരിക്കേണ്ടത്? ഓൺ ദ ബേസ് ഇൻഫോംഡ് ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, സെക്കൻഡ് ഫിലോസഫറാണ് പ്ലാറ്റോ. ഇദ്ദേഹമാണ് ഏതൻസിൽ ഒരു അക്കാഡമിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ഇൻ എ വെസ്റ്റേൺ വേൾഡ്. ഇദ്ദേഹം ജനിക്കുന്നത് 427 BC-യിലാണ്. ആൻഡ് ഹി ഈസ് എ ട്രൂ ഫോളോവർ ഓഫ് ഫിലോസഫി ഓഫ് സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കാണ്. ഇത് കൂടാതെ ദ സ്റ്റേറ്റ്സ്മാൻ, ദ ലോസ്. ഓക്കെ, ഇത്രയും വർക്ക്സ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സാണ്. ദ റിപ്പബ്ലിക്, ദ സ്റ്റേറ്റ്സ്മാൻ, ദ ലോസ്. ദ മെയിൻ പ്രോബ്ലംസ് ഡിസ്കസ്ഡ് ഇൻ റിപ്പബ്ലിക് ആർ. ഈ റിപ്പബ്ലിക്കിൽ ഇദ്ദേഹം മെയിനായിട്ട് പറയണത് 5 പോയിൻറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. ആസ് ടു വിച്ച് ഈസ് റൈറ്റ് ആൻഡ് റോങ്, how justice can be established in society, best educational system, qualities of an ideal citizen, rule of philosopher king, ആൻഡ് പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റിപ്പബ്ലിക് ഹാസ് ടച്ച്ഡ് ഓൾമോസ്റ്റ് എവറി ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ഫിലോസഫി. ഓക്കെ, ഇനി കോൺസെപ്ഷൻ ഓഫ് ജസ്റ്റിസ്. പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ എന്താണ് ജസ്റ്റിസ്? അദ്ദേഹം എന്താണ് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു തിയറി ഓഫ് ജസ്റ്റിസ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഐഡിയൽ സ്റ്റേറ്റ്. പ്ലാറ്റോ ഇൻ ഹിസ് റിപ്പബ്ലിക് ട്രൈ ടു ക്രിയേറ്റ് ആൻ ഐഡിയൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ജസ്റ്റിസ് പ്രിവൈൽസ്. Okay, justice was closely related to morality. Okay, justice was closely related to morality. He believed that human beings have 3 essential ingredients, namely reason, spirit and appetite. Reason, spirit and അപ്പറ്റൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ ബീയിങ്സിന് എന്തുണ്ട്? 3 എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് റീസൺ, സ്പിരിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. ഇദ്ദേഹം വിശ്വസിക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ്. നൺ ഷുഡ് ഇൻ്റർഫിയർ ഇൻ ദ അഫെയേഴ്സ് ഓഫ് അതേഴ്സ് ഇൻ ഇൻഡിവിജ്വൽ ഡയമെൻഷൻ. അതായത് എ പേഴ്സൺ ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു വർക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ആയിരിക്കും. പേഴ്സൺ ഓഫ് കറേജ് ആയിരിക്കും ആരായിട്ട് മാറുക? സോൾജിയറായിട്ട് മാറുക. പേഴ്സൺ ഓഫ് വിസ്ഡം ആയിരിക്കും റൂളറായിട്ട് മാറുക. അതായത് സൊസൈറ്റിയിൽ 3 ക്ലാസ്സസ് ഉണ്ട്. ഈ ഒരു സോഷ്യൽ ഡൈമെൻഷൻ തന്നെ വരുന്നത് ഈ റീസൺ, സ്പിരിറ്റ്, അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഈ 3 എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെയുള്ള സോഷ്യൽ ഡൈമെൻഷനിൽ 3 ക്ലാസ്സസ് ആണ് ആ സൊസൈറ്റിയിൽ ഉണ്ടാവുക. അത് എന്തിൻ്റെ ബേസിലാണ്? റീസൺ, സ്പിരിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. ഏതൊക്കെയാണ് ആ 3 ക്ലാസ്സുകൾ? റൂളേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് കോമണേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാറ്റോ ബേസ്ഡ് ഹിസ് ജസ്റ്റിസ് ഓൺ ദ ഫോളോയിങ് മെയിൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, a functional specialization should be established in the society. Second one, none should interfere in the affairs of others. Third one, justice should harmonize wisdom, courage and temperance. Fourth one, Platonic justice does not think of individual rights but his duties. Fifth one, justice means rendering of services to the community as a whole. So, every citizen in the state should perform according to his virtue, to his abilities and capabilities. പക്ഷേ കുറച്ച് ഇതിനെതിരെയുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത് പോയിൻ്റ് ആയിട്ട് തന്നെ പറയാണ്. ഫസ്റ്റ് വൺ, പ്ലാറ്റോസ് കോൺസെപ്ഷൻ ഓഫ് ജസ്റ്റിസ് ഇസ് സംതിങ് മോറൽ ആൻഡ് നോട്ട് ലീഗൽ. Second one, his conception of justice is impractical in the modern big state. Third one, his conception of justice does not provide for
clashing individual wills which are quite common in every society. Fourth one, every individual possesses three qualities, but he provides for the development of only one quality. Fifth one, justice should be uniform and universal. It should not be class ridden. Sixth one, it makes citizen a means and the state an end in itself. Idea of citizenship. പ്ലാറ്റോ പറയുന്നത് ഓൺലി എ ഫ്യൂ ഷുഡ് എൻജോയ് ദ റൈറ്റ് ആൻഡ് എക്സ്ക്ലൂഡഡ് ഏലിയൻസ്, ട്രേഡേഴ്സ്, ചിൽഡ്രൻ, ഓൾ പീപ്പിൾ ആൻഡ് സ്ലേവ്സ്. ഇത്രയും ആളുകൾ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ക്രൈറ്റീരിയയിൽ നിന്നും പുറത്തുള്ള ആളുകളാണ്. ഇവർക്ക് എന്ത് കിട്ടില്ല? സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ആർക്കൊക്കെയാണ്? ഏലിയൻസ്, ട്രേഡേഴ്സ്, ചിൽഡ്രൻ, ഓൾഡ് പീപ്പിൾ ആൻഡ് സ്ലേവ്സ്. ഓക്കെ. ദെൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇത് വൃത്തിയെ മനസ്സിലാക്കണം. പ്ലാറ്റോ പറയുന്നത് ജസ്റ്റിസ് കുഡ് ബി അച്ചീവ്ഡ് ബൈ ടു മീൻസ്. ഫസ്റ്റ് വൺ, സ്പിരിച്വൽ മെത്തേഡ് വിച്ച് ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ. ഇവിടെയാണ് ആര് വരുന്നത്? നമ്മുടെ എഡ്യൂക്കേഷൻ വരുന്നത്. ഓക്കെ. ഹി പ്ലേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ദിസ് കാറ്റഗറി. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെമ്പറൽ മെത്തേഡ് which is negative in character. ഇതിലാണ് എന്ത് വരുന്നത്? കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി. ഓക്കെ, ഹി ഹാസ് ഡിസ്കസ്ഡ് കമ്മ്യൂണിസം ഓഫ് വൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ ദിസ് ടെമ്പറൽ മെത്തേഡ്സ്. ഇതെന്താണെന്ന് നമുക്ക് പറയാം. According to him, justice was nothing else but virtue in action, or in other words, virtue was knowledge. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോക്രട്ടീസിൻ്റെ ഫിലോസഫികളെ പിന്തുടരുന്ന ഒരാളാണ് ആര്? പ്ലാറ്റോ. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞ അതേ കാര്യമാണ് എന്ത്? virtue was knowledge. He believed that all the three classes in the state must be properly trained and educated. എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഇവിടെ വെസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ഫസ്റ്റ് അക്കാഡമിയൊക്കെ സ്ഥാപിച്ചത്. അക്കോർഡിംഗ് ടു പ്ലാറ്റോ, എഡ്യൂക്കേഷൻ ഹാഡ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സോഷ്യൽ ആസ്പെക്ട്സ്. ഇൻഡിവിജ്വൽ ആസ്പെക്ട്സും സോഷ്യൽ ആസ്പെക്ട്സും എന്തിനുണ്ട്? എഡ്യൂക്കേഷനുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് പ്ലാറ്റോസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. First one, state controlled education. Second point, both for men and women. Third point, strict censorship of literature. ലിറ്ററേച്ചറിന് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ആളുകളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് സെൻസർഷിപ്പിന് ശേഷം മാത്രമേ ഇത് എവിടെ എത്താൻ പാടുള്ളൂ? മാർക്കറ്റിൽ എത്താൻ പാടുള്ളൂ. ദെൻ കമ്പൽസറി എഡ്യൂക്കേഷൻ. ദെൻ ബോത്ത് മെൻ്റൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്. ദെൻ പ്രൊഡ്യൂസിങ് ഫിലോസഫേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഭാഗമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവരാണ് പിന്നീട് ആരായിട്ട് മാറുന്നത്? റൂളേഴ്സായിട്ട് മാറുന്നത്. ഇനി ഈ ഒരു എഡ്യൂക്കേഷണൽ കരിക്കുലത്തിനെ കുറിച്ച് പറയാണ്. പ്ലാറ്റോസ് കരിക്കുലം ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു പാർട്സ്: ബേസിക് ഓർ എലമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി ഈ ബേസിക് എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 3 പാർട്ടാക്കി മാറ്റാം. ഫസ്റ്റ് സബ് സ്റ്റേജ്, സെക്കൻഡ് സബ് സ്റ്റേജ്, തേർഡ് സബ് സ്റ്റേജ്. ഈ 3 സ്റ്റേജുകളിലും ഏതൊക്കെ പ്രായപരിധിയിലാണ് വരുന്നത്, ഇവിടെ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കണം. ഫസ്റ്റ് സബ് സ്റ്റേജിൽ പറയുന്നത് ഫ്രം ബർത്ത് അപ് ടു ദ ഏജ് ഓഫ് 6 years, 6 വയസ്സാവുന്നത് വരേക്കും ഇവിടെ എന്താ പഠിപ്പിക്കുക? ലാംഗ്വേജാണ് പഠിപ്പിക്കുക. ബേസിക് ഫാക്ട്സ് അബൌട്ട് റിലീജിയൻ ആൻഡ് എത്തിക്സ് ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സ്റ്റോറീസൊക്കെ ഇവിടെ പഠിപ്പിക്കും. കണക്റ്റ് ആകുമല്ലോ, 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇനി സെക്കൻഡ് സബ് സ്റ്റേജിൽ വരുമ്പോഴേക്കും ഇവിടെ മ്യൂസിക് ആൻഡ് ജിംനാസ്റ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. മ്യൂസിക് ആൻഡ് ജിംനാസ്റ്റിക്സ്. ഓക്കെ, അത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സെക്കൻഡ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സബ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും 18 മുതൽ 20 വരെ പ്രായം വരുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ് ആണ് ഇവിടെ. ഇതെന്താണ്? കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ട്രെയിനിങ് വാസ് എസെൻഷ്യൽ ഫോർ നാഷണൽ ഡിഫൻസ്. ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷൻ 2 പാർട്ടാണുള്ളത്. 20 to 30 yearsഉം
30 to 35 ഇയേഴ്സും. ഓക്കെ, ഇവിടെ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ്, ലോജിക്, ആസ്ട്രോണമി പോലെയുള്ള സബ്ജക്ട്സ് ആണ്. ഈ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. അതിൽ പാസ്സാകുന്ന ആളുകൾക്കാണ് പിന്നെയുള്ള 5 വർഷത്തെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവരാണ് പിന്നീട് എന്തായിട്ട് മാറുക? ഫിലോസഫർ കിങ്സ് ആയിട്ട് മാറുക. അപ്പോൾ ഫിലോസഫർ കിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പീരിയഡാണ് ഈ പീരിയഡ് എന്ന് പറയുന്നത്. The king was, however, to be educated throughout his life. ഓക്കെ, ഈ ഫിലോസഫർ കിങ്സ്, ഈ റൂളർ ജീവിതകാലം മുഴുവൻ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണെന്നാണ് അർത്ഥം. ഫൈൻ. ഇനി നമ്മൾ കമ്മ്യൂണിസമാണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിസം ഈ ഒരു മോഡേൺ കമ്മ്യൂണിസം അല്ല പറയണത്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി അച്ചീവ്ഡ് ബൈ 2 മീൻസ്. ഏതൊക്കെയാണ്? സ്പിരിച്വൽ മെത്തേഡ്സും ടെമ്പറൽ മെത്തേഡ്സും ആണല്ലോ. ഈ ടെമ്പറൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിൻ്റെ അണ്ടറിലാണ് ആര് വരുന്നത്? കമ്മ്യൂണിസം ഓഫ് വൈസ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇത് 2 ക്ലാസ്സസിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ആരൊക്കെയാണ്? ഫിലോസഫേഴ്സും സോൾജിയേഴ്സും. കാരണം എന്താ? ഇവരാണ് ഗാർഡിയൻ ക്ലാസ് എന്നറിയപ്പെടുന്നത്. എന്തറിയപ്പെടുന്നത്? ഗാർഡിയൻ ക്ലാസ് എന്നറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാര്യം? അതായത് ഈ ഫിലോസഫേഴ്സിനും സോൾജിയേഴ്സിനും സ്വന്തമായിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുക, ഇങ്ങനത്തെ ഇതിനെ അനുവദിക്കില്ല. കാര്യം എന്താണ്? പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പവർ ഷുഡ് നോട്ട് കോൺസെൻട്രേറ്റ് ഇൻ ദ സെയിം ഹാൻഡ്സ്. ഓക്കെ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പവർ ഷുഡ് നോട്ട് കോൺസെൻട്രേറ്റ് ഇൻ ദ സെയിം ഹാൻഡ്സ്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കറപ്ഷനൊക്കെ വരുന്നത്. അപ്പം അതിനുള്ള അവസരം കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിസം ഓഫ് വൈസ് ആൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഐഡിയൽ സ്റ്റേറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയൽ സ്റ്റേറ്റ്. ഇത് പറയുന്നത് നമ്മളുടെ പ്ലാറ്റോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിനൗണ്ട് വർക്ക് ഏതാണ്? ദ റിപ്പബ്ലിക്. അതിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഹിസ് റിപ്പബ്ലിക് പ്ലാറ്റോ ഹാസ് ട്രൈ ടു പോർട്രേ ദ പിക്ചർ ഓഫ് ആൻ ഐഡിയൽ സ്റ്റേറ്റ്. His ideal state was not bound by any customs and conventions, but was a romance of free intelligence. In an ideal state, only a few reasonable should rule. നമ്മൾ പറഞ്ഞു എല്ലാവർക്കും എന്തില്ല? റൂൾ ചെയ്യാനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇഫ് ദ വൈസ് ആൻഡ് ദ വിർച്വസ് റൂൾ ദ സ്റ്റേറ്റ്, there could be no doubt that an ഐഡിയൽ സ്റ്റേറ്റ് കുഡ് ബി അച്ചീവ്ഡ്. നല്ല വയസ്സായിട്ടുള്ള വിർച്വസ് ആയിട്ടുള്ള ഒരു റൂളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? ഒരു ഐഡിയൽ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വിഷമിക്കേണ്ട, ഒന്നും കൂടെ വൃത്തിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് എന്താണ് ഈ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ റിപ്പബ്ലിക്കിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയണത്. ആൻഡ് ഇദ്ദേഹം പറയുകയാണ് എന്ത്? സ്റ്റേറ്റ് ഈസ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. സ്റ്റേറ്റിനെ ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സോളിന് 3 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? റീസൺ, സ്പിരിറ്റ്, അപ്പറ്റൈറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? റീസൺ, സ്പിരിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. ഇനി ഇദ്ദേഹം പറയുകയാണ് ഇതുപോലെ സ്റ്റേറ്റിനും 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ആ ഒരു സൊസൈറ്റിയുടെ 3 ക്ലാസ്സസ് ആയിട്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ്? ഫിലോസഫേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, appetite exists in workers, spirit exists in soldiers and reason exists in philosophers. ഫൈൻ. ഇനി ഈ ഒരു സ്റ്റേറ്റ് എന്തിനാണ് ഫോം ചെയ്യുന്നത്? റീസൺ ഫോർ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്താണ്? ഇക്കണോമിക് മോട്ടീവ്. അത് ആരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? വർക്കേഴ്സിലാണ്. അവരാണല്ലോ സ്റ്റേറ്റിൻ്റെ ഇക്കണോമിക് മോട്ടീവ് ഫുൾഫിൽ ചെയ്യണത്. ഇനി നീഡ് ഫോർ പ്രൊട്ടക്ഷൻ. ആരാ സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? സോൾജിയേഴ്സ്. നീഡ് ഫോർ ഗവൺമെൻറ്. ആരാണ് ഗവേൺ ചെയ്യണത്? ഫിലോസഫേഴ്സ്. അപ്പോൾ 3 ക്ലാസ്സസിൻ്റെയും ധർമ്മം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഫിലോസഫർ കിങ്, ഇവരാണ് ആരെന്ന് പറയുന്നത്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിലോസഫർ കിങ് ആണ്. മേക്സ് ലോ ആൻഡ് ഹി ഈസ് എബവ് ദ ലോ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഫിലോസഫർ കിങ്ങിനായിരിക്കും. ഇനി ഈ പ്ലാറ്റോണിക് സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മളൊന്ന്
വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റിൻ്റെ കർത്തവ്യമാണ്. ഇക്വാലിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ ഉറപ്പുവരുത്തണം. സ്റ്റേറ്റ് കൺട്രോൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, സ്ട്രിക്റ്റ് കൺട്രോൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കണം എന്ന് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്തത് എന്താ? കമ്മ്യൂണിസം ഓഫ് വൈസ് ആൻഡ് പ്രോപ്പർട്ടി. എന്താണ്? വർക്കിംഗ് ക്ലാസ്സിന് മാത്രമാണ് സ്വത്ത് സമ്പാദിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള അവകാശമുള്ളത്. മറ്റ് 2 ക്ലാസ്സസിന് ഗാർഡിയൻ ക്ലാസ്, ആ ടേം യൂസ് ചെയ്യാൻ നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ. ഗാർഡിയൻ ക്ലാസ് ഏതൊക്കെയാണ്? ഗാർഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ ക്ലാസ്സസാണ്? ഫിലോസഫേഴ്സും സോൾജിയേഴ്സും ആണല്ലേ? റൂളേഴ്സും സോൾജിയേഴ്സും. അപ്പം ഇവർക്കാണ് എന്ത്? കമ്മ്യൂണിസം ഓഫ് വൈസ് ആൻഡ് പ്രോപ്പർട്ടി. ഇനി കൺട്രോൾ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഹൈ മോറൽ വാല്യൂസ് ഉള്ള ലിറ്ററേച്ചറിനാണ് എന്ത് കൊടുക്കുള്ളൂ? അവിടെ ഒരു സ്പേസ് കൊടുക്കുള്ളൂ. ഇനി ക്രിറ്റിസിസം ഓഫ് പ്ലാറ്റോണിക് ഐഡിയൽ സ്റ്റേറ്റ്. ഈ ഒരു ഐഡിയൽ സ്റ്റേറ്റിന് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഈ ഫീച്ചേഴ്സ് ഒന്നും കൂടെ പറയുകയാണേ. ഒന്നും കൂടെ കുറച്ചധികം പോയിൻറ്റ്സ് പറയുകയാണ്. റൂൾ ഓഫ് ഫിലോസഫർ കിങ്, then equal treatment of men and women, restriction of art and literature, state controlled education, functional specialization, specialized soldiers, proper administration of justice, division of classes, qualified absolutism, communism of wives and property, totalitarian outlook, bringing up of children, temporary mating. ഓക്കെ, ഫൈൻ. ഇനി എന്തൊക്കെയാണ് ക്രിറ്റിസിസം? ഐഡിയൽ സ്റ്റേറ്റ്, പ്ലാറ്റോയുടെ ഐഡിയൽ സ്റ്റേറ്റ് നേരിട്ടിട്ടുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്. ഈ ഫിലോസഫർ കിങ് എന്ന് പറയുന്നത് ലോയുടെക്കാളും മുകളിലുള്ള ആളാണെന്നാണ് പറയണത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഡെമോക്രസി ഉണ്ടാവില്ല. ഫിലോസഫർ കിങ് ആയിരിക്കും എന്ത് ചെയ്യണത്? എല്ലാം കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അതൊരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇനി അണ്ടർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. കാര്യം എന്താ? ഒരു സോൾജിയർ ആയിട്ടുള്ള ആൾ, അയാളുടെ ആ ഒരു അഭിരുചി മാത്രമാണ്, ആ ഒരു കഴിവ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ഡെവലപ്പ് ആവുകയുള്ളൂ. വർക്കറായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൂടുതലായിട്ട് എഡ്യൂക്കേറ്റഡ് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? ആളുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള അഭിരുചികൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നില്ല. ഓക്കെ, അവർക്കിഷ്ടമുള്ള തൊഴിൽ പലപ്പോഴും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി ഉട്ടോപ്യൻ സ്റ്റേറ്റ്, എല്ലാം തികഞ്ഞൊരു സ്റ്റേറ്റ്, അത് പ്രാക്ടിക്കലാണോ എന്നുള്ളൊരു ചോദ്യം. നോ എഡ്യൂക്കേഷൻ ഫോർ എവറി ക്ലാസ്, എല്ലാ ക്ലാസ്സിനും എന്ത് കിട്ടുന്നില്ല? എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ പ്ലാറ്റോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഐഡിയൽ സ്റ്റേറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് എന്താണ്? ദ റിപ്പബ്ലിക്. ഓക്കെ, ആൻഷ്യൻ ഗ്രീക്ക് പൊളിറ്റിക്കൽ തിങ്കേഴ്സിൽ നമ്മൾ സോക്രട്ടീസ് കവർ ചെയ്തു, പ്ലാറ്റോ കവർ ചെയ്തു. ഇനി അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ, he is known as the father of political science and he is a disciple of Plato. പ്ലാറ്റോയുടെ ഒരു ഡിസൈപ്പിളാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ എന്താണ്? പ്ലാറ്റോയുടെ തോട്ട്സ് ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കുറച്ചൊക്കെ സാമ്യതകൾ കാണാം. ഇനി ഇദ്ദേഹം ജനിക്കുന്നത് BC 384 അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ ഒക്കെ ട്യൂട്ടറായിരുന്നു ആര്? നമ്മളുടെ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ വാസ് എ റിയലിസ്റ്റ് as well as a practical man. He followed inductive method. ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഇദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയണേ? ഇൻഡക്റ്റീവ് മെത്തേഡ്. ഹി എംപ്ലോയ്ഡ് കമ്പാരേറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ഇൻ ഹിസ് റൈറ്റിങ്സ്. ഓക്കെ, ഇനി നമ്മൾ പ്ലാറ്റോ പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ദ റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിലിൻ്റെ മാസ്റ്റർ പീസാണ് ദ പൊളിറ്റിക്സ്. ഓക്കെ, പ്ലാറ്റോ ദ റിപ്പബ്ലിക്, അരിസ്റ്റോട്ടിൽ ദ പൊളിറ്റിക്സ്. ഫൈൻ. ഇത് കൂടാണ്ട് ഏതൊക്കെയാ? ഓൺ മൊണാർക്കി, ഓൺ കോളനീസ്, ഓൺ ഫിലോസഫി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഹിസ്റ്ററി ഓഫ് ആനിമൽസ്. അപ്പോൾ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്നത് ദ പൊളിറ്റിക്സ്. ഇതിലാണ് കോൺസെപ്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് അദ്ദേഹം പറയുന്നത്. He tried to portray the concept of an independent state. Fine.
ഇദ്ദേഹമാണ് പൊളിറ്റിക്സിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ അസൈൻ ചെയ്തത് ആദ്യമായിട്ട്. ഓക്കെ, ഇനി നേച്ചർ, ഒറിജിൻ ആൻഡ് എൻഡ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നത്? ഇവിടെ മെയിനായിട്ട് 2 തിയറീസാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. 2 തിയറീസ്: എവല്യൂഷണറി തിയറി ഓഫ് സ്റ്റേറ്റ്, ഓർഗാനിക് തിയറി ഓഫ് സ്റ്റേറ്റ്. ഇത് രണ്ടും അരിസ്റ്റോട്ടലിൻ്റെയാണ്. എവല്യൂഷണറി തിയറി ഓഫ് സ്റ്റേറ്റ്, ഓർഗാനിക് തിയറി ഓഫ് സ്റ്റേറ്റ്. ഇനി ഇത് രണ്ടും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാത്തിനും മുകളിൽ സ്റ്റേറ്റാണ്. അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് മോറൽ ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് നാച്ചുറൽ. It's the duty of citizens to most willingly and obediently accept the commands of the state. Citizens എന്ത് ചെയ്യണം? സ്റ്റേറ്റിൻ്റെ കമാൻഡ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ എവല്യൂഷണറി തിയറി ഓഫ് സ്റ്റേറ്റിൽ പറയണത്? എവല്യൂഷണറി തിയറി ഓഫ് സ്റ്റേറ്റ്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്റ്റേറ്റ് എന്താണ്? എവല്യൂഷൻ വഴി രൂപപ്പെട്ടതാണെന്ന് പറയണു. ആൻഡ് ഈ ഒരു സ്റ്റേറ്റാണ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിറ്റി. അങ്ങനെ എവല്യൂഷൻ കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഫോം, ഏറ്റവും മുകളിലത്തെ ഫോം എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റാണ്. അപ്പോൾ അതാണ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിറ്റി. വിത്തൗട്ട് സ്റ്റേറ്റ് എ മാൻ കനോട്ട് റിയലൈസ് ഹിസ് ഡെസ്റ്റിനി. നമ്മളുടെ ഡെസ്റ്റിനി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എവല്യൂഷൻ. സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത് എവല്യൂഷൻ വഴിയാണ്, ഒരു എവല്യൂഷൻ വഴിയാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയണത്. ആദ്യം ഫാമിലി ഉണ്ടാവണം, അതിന് കുറച്ച് അപാകതകളുണ്ട്. പിന്നീട് എന്ത് ഉണ്ടാവണം? വില്ലേജ് കമ്മ്യൂണിറ്റി. ഈ വില്ലേജ് കമ്മ്യൂണിറ്റീസിൽ നിന്നും പിന്നെ എവല്യൂഷൻ വഴി ഉണ്ടാവുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാമിലി, വില്ലേജ് കമ്മ്യൂണിറ്റി ഇതെല്ലാം നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റും എന്താണ്? നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഹയസ്റ്റ് ഗുഡാണ്. ഇത്രയും കാര്യങ്ങളാണ് എവല്യൂഷണറി തിയറി. എന്താണ്? എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്. ഫാമിലി, വില്ലേജ്, സ്റ്റേറ്റ്. ഓക്കെ, അതൊരു നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് മനുഷ്യനെ എന്തിനു സഹായിക്കുന്നു? ടു റിയലൈസ് ഹിസ് ഡെസ്റ്റിനി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത തിയറിയാണ് ഓർഗാനിക് തിയറി ഓഫ് സ്റ്റേറ്റ്. ഓർഗാനിക് തിയറി: റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് സിമിലർ ടു ഓർഗൻ ആൻഡ് ഓർഗാനിസം. ഇൻഡിവിജ്വലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഓർഗനും ഓർഗാനിസവും പോലെയാണെന്നാണ് പറയുന്നത്. അതെന്താ സംഭവം? നമുക്ക് ഒത്തിരി ഓർഗൻസ് ഉണ്ടല്ലേ. ഓരോ ഓർഗനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനുണ്ട് ആണല്ലോ. ഇതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റസും ഫങ്ഷനും ഉണ്ടെന്നാണ് പറയണത്. പാർട്സ് ഹാവ് നോ മീനിങ് വിത്തൗട്ട് ദ ഹോൾ. അപ്പം ഇൻഡിവിജ്വലിനെക്കാളും ഇമ്പോർട്ടൻസ് സ്റ്റേറ്റിനാണെന്നാണ് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എന്തില്ല, അവർക്ക് അവരുടെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതൊരു സ്റ്റേറ്റായിട്ട് മാറുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓരോ ഓർഗൻസും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ഓർഗനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. അതൊരു ഓർഗാനിസം ആകുമ്പോഴാണല്ലോ ഫങ്ഷൻ നടപ്പിലാവുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവുന്നുള്ളൂ. അതാണ് ഓർഗാനിക് തിയറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. State is developing and growing. An organ cannot be separated from its organism, and as such an individual cannot be separated. The state came first and human beings subsequently. സ്റ്റേറ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ് ഈസ് ദ സുപ്രീം അസോസിയേഷൻ ആൻഡ് എയിംസ് അറ്റ് സുപ്രീം ഗുഡ്. ദെൻ സിറ്റിസൺഷിപ്പ്. എന്താ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയണത്? പ്ലാറ്റോ പറഞ്ഞു എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കിട്ടില്ല, അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അരിസ്റ്റോട്ടിലും പറയണു എക്സ്ക്ലൂഡഡ് ഫോറിനേഴ്സ്, സ്ലേവ്സ്, മാനുവൽ ആൻഡ് മിനിയൽ വർക്കേഴ്സ് ആൻഡ് വിമൺ. ഓക്കെ, ഇത്രയും ആളുകൾ എന്താണ്? സിറ്റിസൺഷിപ്പ് റൈറ്റിൽ നിന്ന് പുറത്താണ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ഫോർമോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫോർ പൊസസിങ് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് വാസ് ടു റൂൾ ആൻഡ് ടു ബി റൂൾഡ്. ഭരിക്കാനും ഭരിക്കപ്പെടാനും കഴിയുക. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിറ്റിസൺഷിപ്പ് റൈറ്റ് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഫോർമോസ്റ്റ് ക്വാളിഫിക്കേഷൻ. എന്ത്? ടു റൂൾ ആൻഡ് ടു ബി റൂൾഡ്. ഇനി ലോ ആൻഡ് ജസ്റ്റിസ്. അരിസ്റ്റോട്ടിൽ എന്താ പറയണമെന്ന് നോക്കാം. Aristotle believed that law was a great restraining force for the whole community.
The law determines morality and spirituality of a community. There is no supreme power in the state over law. സ്റ്റേറ്റ് ആണ് ഏറ്റവും വലിയ സുപ്രീം അസോസിയേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ലോ അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള. ഇറ്റ് ഈസ് എ സുപ്രീം പവർ ഇൻ ദ സ്റ്റേറ്റ്. അതിന് മുകളിൽ വേറെ ഒന്നുമില്ല. ആൻഡ് ഈ ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗുഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ റീസൺ. ഇദ്ദേഹം പറയുകയാണ് റൂൾ ഓഫ് ലോ അതിന് 3 എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ റൂൾ ഓഫ് ലോ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ഹിം ഹാഡ് 3 എലമെൻറ്റ്സ്. എന്തൊക്കെയാണ്? ഗവേണിംഗ് ദ പീപ്പിൾ ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, carrying out the government not in an arbitrary manner, and enforcement of regulations by willingness of the people. Govern ചെയ്യുക ആൻഡ് ക്യാരിയിങ് ഔട്ട് ദ ഗവൺമെൻറ്, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റെഗുലേഷൻസ് എൻഫോഴ്സ് ചെയ്യുക. ഇതൊക്കെയാണ് റൂൾ ഓഫ് ലോയുടെ 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ജസ്റ്റിസിനെ 2 ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ പ്ലാറ്റോ പറഞ്ഞത് എന്താ? ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വഴികളുണ്ടെന്ന്, സ്പിരിച്വൽ മെത്തേഡും ടെമ്പറൽ മെത്തേഡും ഉണ്ടെന്ന്. ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുന്നത് ജസ്റ്റിസ് 2 ടൈപ്പ് ഉണ്ടെന്ന്. ഏതൊക്കെയാ? കംപ്ലീറ്റ് ജസ്റ്റിസും പെർട്ടിക്കുലർ ജസ്റ്റിസും. കംപ്ലീറ്റ് ജസ്റ്റിസ്, പെർട്ടിക്കുലർ ജസ്റ്റിസ്. പബ്ലിക് ആൻഡ് സോഷ്യൽ റിലേഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ഐഡിയൽ സൊസൈറ്റിയിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ജസ്റ്റിസാണ് കംപ്ലീറ്റ് ജസ്റ്റിസ്. ഇറ്റ് വാസ് ഐഡൻറ്റിഫയബിൾ വിത്ത് മോറൽ വെർച്യു. ഓക്കെ, അപ്പോൾ പെർട്ടിക്കുലർ ജസ്റ്റിസ് എന്താ? It was concerned with the distribution of offices and observance of rules of proportionate equality. It also consisted in proper and desirable distribution of wealth, honor and good things. ഓക്കെ, അപ്പോൾ ഡിസൈറബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. അർഹതപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് എവിടെ ഉദ്ദേശിക്കുന്നത്? പർട്ടിക്കുലർ ജസ്റ്റിസിൽ ഉദ്ദേശിക്കുന്നത്. കൺസേൺ വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഫീസസ് ആൻഡ് ഒബ്സർവൻസ് ഓഫ് റൂൾസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസും കറക്റ്റീവ് ജസ്റ്റിസും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓഫീസസ് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്, എബിലിറ്റിക്കനുസരിച്ച് ഓഫീസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓരോരുത്തരും പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അവരുടെ റൈറ്റ്സ് മെഷർ ചെയ്യണത്. ഇൻ ഇറ്റ് റൈറ്റ്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ വൺ ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ആ വ്യക്തി ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ് റൈറ്റ് മെഷർ ചെയ്യണത്. ഇനി കറക്റ്റീവ് ജസ്റ്റിസ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഓഫീസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കറക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരാളുടെ റൈറ്റ് എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ റൈറ്റ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കത് തിരിച്ച് നൽകുക. റീസ്റ്റോറിങ് ബാക്ക് വാട്ട് വൺ ഹാഡ് ലോസ്റ്റ് ഡ്യൂ ടു സോഷ്യൽ ഇൻജസ്റ്റിസ്. സോഷ്യൽ ഇൻജസ്റ്റിസ് കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചു നൽകുന്നതിനെയാണ് നമ്മൾ കറക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് പീപ്പിൾ ഫ്രം എൻക്രോച്ചിങ് അപ്പൺ ദ റൈറ്റ്സ് ഓഫ് ഹിസ് ഫെല്ലോ മെൻ. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ റൈറ്റ് എന്ത് ചെയ്യില്ല? വയലേറ്റ് ചെയ്യില്ല. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷനാണ്. ഓൺ എഡ്യൂക്കേഷന് അരിസ്റ്റോട്ടിൽ എന്താ പറയുന്നത്? അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ വിച്ച് ഷുഡ് ബി ഇൻ കീപ്പിംഗ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കണം. സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് അവിടെ ഒരു കമ്പൽസറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വേണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതെന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യും? ഗുഡ് ഹാബിറ്റ്സ്, വെർച്യു, റീസൺ, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഒബീഡിയൻസ് ഓഫ് ലോ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇദ്ദേഹം പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ വാസ് പ്രൈമർലി ഇൻറ്റൻറ്റഡ് ഫോർ ഫ്രീ സിറ്റിസൺസ്. ഫൈൻ. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത് ഓക്കെയാണല്ലോ. സ്റ്റേറ്റ് തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഒരു കമ്പൽസറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അത് എന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യും? നല്ല നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഓൺ ഗവൺമെൻറ്. ആദ്യം തന്നെ സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് പറയാം. സ്റ്റേറ്റ്
അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ഗവൺമെൻറ്റിനെ കുറിച്ച് ഇദ്ദേഹം എന്താ പറയണമെന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ എന്താണ് ഈ ഡിഫറൻസ്, സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഗവൺമെൻറ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവൺമെൻറ് ക്യാൻ ബി ചേഞ്ച്ഡ് ഈസിലി. ഗവൺമെൻറ് പെട്ടെന്ന് ചേഞ്ച് ആവാം. ഗവൺമെൻറ് എന്ന് പറയുന്നത് കുറച്ച് സിറ്റിസൺസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ ഓൾ ദ സിറ്റിസൺ, എല്ലാ സിറ്റിസൺസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റ്. അപ്പോഴും സ്റ്റേറ്റ് ആണ് എന്ത്, സുപ്രീം അതോറിറ്റി ആണല്ലോ. അസോസിയേഷൻ എന്ന് പറയുന്നത്, സുപ്രീം അസോസിയേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ദ ഫസ്റ്റ് സയൻറ്റിഫിക് തിങ്കർ ഹു ട്രൈ ടു ഡിസ്റ്റിങ്വിഷ് ഓൺ സയൻറ്റിഫിക് ലൈൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ ഗവൺമെൻറ്. ആൻഡ് ഇദ്ദേഹം എന്താ പറയുന്നത്, ഗവൺമെൻറ് വാസ് സബ്ജക്റ്റ് ടു ഫ്രീക്വൻറ്റ് ചേഞ്ചസ് whereas state changed only with the changes of constitution, which was rare. The state comprised of all citizens, whereas the government included only a few high-ups in political life. Okay. ഇനി government could be constituted on the basis of birth, wealth, number. ബർത്തിൻ്റെയോ വെൽത്തിൻ്റെയോ നമ്പറിൻ്റെയോ ഒക്കെ ബേസിൽ എന്തുണ്ടാവാം, ഗവൺമെൻറ് രൂപീകരിക്കപ്പെടാം. അപ്പോൾ ടൈപ്സ് ഓഫ് ഗവൺമെൻറ്, ഏതെല്ലാം ടൈപ്സാണ് ഗവൺമെൻറ് ഉള്ളത് എന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പീപ്പിൾ മൂന്ന് ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റിനെ പറയുന്നുണ്ട്. അതേതാണെന്നൊന്ന് നോക്കാം. മൊണാർക്കി, അരിസ്റ്റോക്രസി, പോളിറ്റി. ഇതിൻ്റെ സ്വഭാവം എന്താണ്? മൊണാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ ഓഫ് വൺ, ഒരാളാണ് അവിടെ ഭരിക്കുന്നത്, റൂൾ ഓഫ് വൺ. ഓക്കെ, ഇതിൻ്റെ ഒരു പെർവേർട്ടഡ് ഫോമാണ് ടൈറനി. ഫൈൻ, ടിറനി ഓർ ടൈറനി. ഓക്കെ, അപ്പോൾ when rule of one, the normal form of the government is monarchy and perverted form of government is tyranny. ഓക്കെ, എന്താണ് ഈ നോർമൽ ഫോം ഓഫ് ഗവൺമെൻറ്റും പെർവേർട്ടഡ് ഫോമും? നോർമൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നോക്കുക. അതെപ്പോഴാണ് ഒരു ടൈറനി ആയിട്ട് മാറുന്നത്? സെൽഫ് ഇൻട്രസ്റ്റ്, ആ ഒരു വ്യക്തിയുടെ സെൽഫ് ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭരിക്കുമ്പോഴാണ് അതൊരു ടൈറനി ആയിട്ട് മാറുക ആണല്ലോ. മൊണാർക്കി നമുക്കറിയാം, ഒരു രാജാവ് രാജ്യം ഭരിക്കണം, ഫൈൻ, മൊണാർക്കിയാണ്. പക്ഷേ ആ രാജാവ് ഒരു സ്വേച്ഛാധിപതിയായിട്ട് മാറുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഒരു ടൈറനി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പാണ് അരിസ്റ്റോക്രസി, റൂൾ ഓഫ് ഫ്യൂ, ഒരു ചെറിയ വിഭാഗം ഭരിക്കുമ്പോഴാണ് അത് അരിസ്റ്റോക്രസി ആവുന്നത്. അതിൻ്റെ പെർവേർട്ടഡ് ഫോമാണ് ഒലിഗാർക്കി. ഓക്കെ, ഇനി റൂൾ ഓഫ് മെനി, ഒരുപാട് ആളുകൾ ചേർന്ന് ഭരിക്കുന്നു, അതാണ് പോളിറ്റി. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ആയിരിക്കും, ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും, അതിൽ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഭരണം നടക്കുന്നുണ്ടാവുക. അതിൻ്റെ പെർവേർട്ടഡ് ഫോമാണ് ഡെമോക്രസി. ആൻഡ് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബെസ്റ്റ് പോസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്, പോളിറ്റിയാണ്. കാരണം എന്താണ്, അത് ഒരു മോഡറേറ്റ് ബിഹേവിയറുള്ള സ്റ്റേറ്റ് ആയിരിക്കും ആൻഡ് അത് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേറ്റ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്താവുള്ളൂ, സ്റ്റേറ്റ് ചേഞ്ച് ആകുള്ളൂ എന്നുള്ള പോയിൻറ്റും ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയണത്, നമ്മളുടെ ഗവൺമെൻറ്റിന്. ഇനി റെവല്യൂഷൻ, ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് റെവല്യൂഷൻസ് ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ ഇനീക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് റെവല്യൂഷൻ്റെ കാരണം, എന്താണ് റെവല്യൂഷൻ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അരിസ്റ്റോട്ടലിന് നമ്മൾ എന്താ പറയണത്, ഹി ഈസ് എ റിയലിസ്റ്റ് ആൻഡ് നോട്ട് ആൻ ഐഡിയലിസ്റ്റ്. അദ്ദേഹം യൂസ് ചെയ്യണത് ഇൻഡക്റ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ മാനാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, റെവല്യൂഷന് രണ്ട് മീനിങ്സ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ, വെൻ ദർ ഹാസ് ഒക്കേർഡ് എനി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എ ചേഞ്ച് ഫ്രം മൊണാർക്കി ടു ഒലിഗാർക്കി ആൻഡ് സോ ഓൺ. അതായത് ഒരു ചേഞ്ച് ഉണ്ടാവുക, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക. ഇപ്പോൾ മൊണാർക്കി
അതൊരു നോർമൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ്. അതൊരു പെർവേർട്ടഡ് ഫോമായിട്ട് മാറുക, ഒലിഗാർക്കി ആയിട്ട് മാറുക. അപ്പോൾ അതെന്താണ്, ഒരു ചേഞ്ചാണ്. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതിന് നമുക്ക് എന്ത് പറയാം, റെവല്യൂഷൻ എന്ന് പറയാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചിനെ. ഇനി അതുപോലെ തന്നെ എന്ത് പറയാം, എ റെവല്യൂഷൻ ഈസ് സപ്പോസ് ടു ഹാവ് ഒക്കേർഡ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ റൂളിംഗ് അതോറിറ്റി ദോ ദർ മൈറ്റ് നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച്. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് ഒന്നും വന്നു കാണില്ല, പക്ഷേ റൂളിംഗ് അതോറിറ്റിയിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, റെവല്യൂഷനാണ്. ഇനി ഇതിൻ്റെ കോസസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഫോർ ദ പ്രിവെൻഷൻ, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറയേണ്ടത്. അത് ഞാൻ പോയിൻ്റ് വൈസ് ആയിട്ട് പറയുകയാണ്, കാരണം വെറുതെ വീഡിയോ ലെങ്തി ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ, വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല. കോസസ് ഓഫ് റെവല്യൂഷൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഇൻജസ്റ്റിസ് ആൻഡ് ഇൽ വിൽ. സെക്കൻഡ് വൺ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഫീസസ്, misuse of authority, careless officers and unwanted expenditure, unscrupulous election methods, desire for extending rights and privileges, jealousy, arrogance and fear, desire by few to have absolute power, conquest, neglecting minor affairs, undue prominence for few, no restrictions on immigration, irrational use of force, fraud by those in power, dynastic quarrels, attempts at concealing misdeeds. ഓക്കെ, ഒരു തവണ കൂടെ പറയാം. ഇൻജസ്റ്റിസ് ആൻഡ് ഇൽ വിൽ, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഓഫീസസ്, മിസ്യൂസ് ഓഫ് അതോറിറ്റി, careless officers and unwanted expenditure, unscrupulous election methods, desire for extending rights and privileges, jealousy, arrogance and fear, desire by few to have absolute power, conquest, neglecting minor affairs, undue prominence for few, no restrictions on immigration, irrational use of force, fraud by those in power, dynastic quarrels, attempts at concealing misdeeds. ഇനി principles for the prevention of revolution. By gaining confidence of the people, by gaining confidence, proper selection of officials, checks and exercises of authority, outsiders should be avoided, no sudden promotion, proper education of people in the spirit of the constitution, lawless habits should be checked, no drastic changes in the state, no neglect of minor events, short-term provision for officers, proper care for all sections, keep the spirit of patriotism alive, careful reaction to changes, no deceiving of the people. അപ്പോൾ ഒന്നെങ്കിൽ കോഴ്സസ് പഠിച്ചു വെക്കാം, അപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്ന് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് കിട്ടും. അല്ലെങ്കിലും ഇതെന്താണ്, കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഈ പോയിൻറ്റ്സ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്.